സാധാരണ നാമൊക്കെ ഓതുന്ന മുസ്ഹഫിൽ തൻവീനുകൾ രണ്ട് രീതിയിൽ എഴുതിയതായിട്ട് കാണാൻ പറ്റും. അതായത് ഫതഹ് തൻവീൻ തന്നെ ഈ രീതിയിൽ എഴുതിയതായിട്ട് കാണാം, അതുപോലെ ഇങ്ങനെയും കാണാം. കസ്ർ തൻവീൻ ഇങ്ങനെ എഴുതിയതായിട്ട് കാണാം, ഇതുപോലെ കുറച്ചല്പം തെറ്റിച്ചിട്ട് എഴുതിയതായിട്ട് കാണാൻ പറ്റും. ലൊമ്മ തൻവീൻ ഇങ്ങനെ കാണാൻ കഴിയും, മറ്റു ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയും കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് രീതിയിൽ തൻവീനുകളെ നമുക്ക് ഓതുന്ന മുസ്ഹഫിൽ കാണാൻ പറ്റും. എന്താണിത് സൂചിപ്പിക്കുന്നത് പറയാം, ശ്രദ്ധിക്കുക. അതായത് ഈ രീതിയിലുള്ള തൻവീനാണ് നാം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ തൻവീനുകൾക്ക് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് ഹംസ്, ഹ, ഐൻ, ഹ, വൈൻ, ഹ എന്നീ 6 ഹർഫുകൾ മാത്രമേ അങ്ങനെയുള്ള തൻവീൻ്റെ പിറകെ വരൂ. അതായത് ഒരിക്കലും ഈ തൻവീനെ മണിക്കാനോ ഇദ്ഗാം ചെയ്യാനോ പാടില്ല, മറിച്ച് വെളിവാക്കണം. അപ്പോൾ വെളിവാക്കണം എന്നുള്ളതിലേക്ക് സൂചന നൽകുന്ന തൻവീനാണ് ഈ രീതിയിലുള്ള തൻവീൻ. മറ്റൊന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയ തൻവീനാണ്. ഇതിൻ്റെ പിറകെ ഒരിക്കലും ഈ പറയപ്പെട്ട ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരികയില്ല, മറിച്ച് ഇതിൻ്റെ പിറകെ വരുന്നത് ഇദ്ഗാം ബിഗുന്നയുടെ 4 ഹർഫുണ്ടല്ലോ, നൗമി എന്ന പദത്തിലെ 4 ഹർഫ്, നൂൻ, വാവ്, മീം, യാ എന്നീ ഹർഫുകളായിരിക്കും വരിക. അതല്ലെങ്കിൽ ഇദ്ഗാം ബിലാഗുന്നയുടെ ലാം, റാ എന്നീ 2 ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഹർഫായിരിക്കും. അതുമല്ലെങ്കിൽ ഇഖ്ഫാഇൻ്റെ 15 അക്ഷരമുണ്ട്, പിന്നെ ഇൽഹാറിൻ്റെ 6 ഹർഫല്ലാത്ത ഇദ്ഗാം ബിഗുന്നയുടെ 4 ഹർഫും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാഗുന്നയുടെ 2 ഹർഫ്, ഇഖ്ലാബിൻ്റെ 1 ഹർഫ്, ഇതല്ലാത്ത ഈ ഹർഫുകൾ മാറ്റിവെച്ചാൽ പിന്നെ ബാക്കിയുള്ള 15 ഹർഫുണ്ടല്ലോ, ഈ 15 ഹർഫായിരിക്കും ഇതിൻ്റെ പിറകെ ഉണ്ടാവുക. ഒരിക്കലും ഇതിൻ്റെ പിറകെ ഇൽഹാറിൻ്റെ അക്ഷരം വരികയില്ല എന്നർത്ഥം. ഇനി ഉദാഹരണം നോക്കാം. ഇവിടെ ഹരീസുൻ അലൈക്കും, ഇവിടെ ഒരു തൻവീൻ കണ്ടല്ലോ, നമ്മൾ ആദ്യം കാണിച്ച തൻവീൻ. ഈ തൻവീൻ്റെ പിറകെ ഇൽഹാറിൻ്റെ അക്ഷരമാകുന്ന ഐനാണ് വന്നത്. അപ്പോൾ ഈ തൻവീൻ എന്ത് ചെയ്യണം? പ്രത്യേകമായി ഒളിവാക്കണം. ഹരീസുൻ അലൈക്കും അവിടെ ഇവിടെ ഉണ്ടാവും. ഫതഹ് തൻവീന് ഇങ്ങനെ നേരെ ലെവൽക്കാണ് എഴുതിയത്. അപ്പം ഹലീമൻ ഗഫൂറ, വലിക്കുല്യ ഖൗമിൻ ഹാദ്, തൻവീന് ശേഷം ഹാ വന്നു. തൻവീൻ എഴുതിയതുണ്ടോ? ഈ രീതിയിലാണ്. ഇനി ഇതുപോലെ ലമ്മ തൻവീൻ ഈ രീതിയിൽ എഴുതിയത്, രണ്ടും വേറിട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ ഉണ്ടോ റഊഫുർ റഹീം, ഈ തൻവീന ഷേദ അക്ഷരാവുന്നത് ഇദ്ഗാം ബിലാഗുന്നയുടെ റാ. അതുപോലെ തന്നെ മുബ്സിറത്തൻ ലിതബ്തഗു, ഇവിടെ തൻവീന് ശേഷം ഈ തൻവീന് ശേഷം ഉണ്ടോ, ഈ തൻവീൻ കുറച്ചല്പം തെറ്റിച്ച് കണ്ടാണ് എഴുതിയത്. അതിനുശേഷം വന്നത് ഇദ്ഗാം